ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഫോട്ടോയിൽ കാണുന്ന പെൺകുട്ടിയുടെ പേരെന്ന് പറയുന്നത് ലേസി ഫ്ലിച്ചർ. ഈ പെൺകുട്ടി ഉണ്ടെങ്കിൽ മരിക്കുന്ന സ്വന്തം അച്ഛനും അമ്മയും നോക്കി നിന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റും. അതും 12 വർഷമായിട്ട് ഈ ഒരു പെൺകുട്ടി ക്രൂരതകൾ അനുഭവിച്ചത് തൻ്റെ അച്ഛനമ്മമാരും ഒന്നും തന്നെ ചെയ്യാതെ നോക്കി നിൽക്കുക മാത്രമായിരുന്നു. അങ്ങനെ എന്താണ് ഈ ഒരു പെൺകുട്ടിക്ക് സംഭവിച്ചതെന്നും ആരാണ് ഈ പെൺകുട്ടിയോട് ഇങ്ങനെയൊക്കെ ചെയ്തതെന്നുള്ള കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. ഒട്ടും വൈകാതെ വീഡിയോയിലേക്ക് പോകാം. ഒരു ദിവസം ഉണ്ടെങ്കിൽ പോലീസിന് 2022 ജൂൺ 3 പോലീസ് സ്റ്റേഷൻ, അമേരിക്കയിൽ പോലീസ് സ്റ്റേഷനിൽ എന്ത് ചെയ്യുന്ന ഒരു കോള് വരുന്നു. ഈ ഒരു ലേസി ഫ്ലിച്ചറിൻ്റെ അമ്മയായിട്ടുള്ള ഷീല ഫ്ലിച്ചറാണ് ആ ഒരു കോൾ ചെയ്തേക്കുന്നത്. വിളിച്ചിട്ട് പോലീസിനോട് പറയുകയാണ്, എൻ്റെ മോളാണെങ്കിൽ അനങ്ങുന്നൊന്നുമില്ല, മരിച്ചു പോയെന്നാണ് തോന്നുന്നത്, ഒരു ആംബുലൻസ് അറേഞ്ച് ചെയ്യണം, പെട്ടെന്ന് വേണമെന്ന് പറയുന്നു. പോലീസ് എന്ത് ചെയ്യുന്നു, ഇത് കേട്ട് ഉടനെ തന്നെ ഈ വീട്ടിലേക്ക് വരികയാണ് ചെയ്തത്. വന്നിട്ട് എന്ത് ചെയ്യുന്നു, ഈ ഒരു കതവ് തുറന്ന് അകത്തേക്ക് കയറിയതും ഇവർ ഭയങ്കരമായിട്ട് ഷോക്കായി. കുറേ പേര് അകത്ത് നിൽക്കാൻ പറ്റാതെ പോലീസുകാർ വെളിയിലേക്ക് വരികയാണ് ചെയ്തത്. എന്താണ് പോലീസുകാർ അവിടെ കണ്ടതെന്ന് ഈ ഒരു മീഡിയക്കാരും എല്ലാം ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ, അവരകത്ത് കയറിയപ്പം അവർക്ക് സഹിക്കാൻ വയ്യാത്ത സ്മെല്ലും അതുപോലെ തന്നെ അവരൊരു കൗച്ചൊരു കാണുകയാണ് ഉണ്ടായിരുന്നത്. ആ ഒരു കൗച്ചിനകത്ത് എന്ത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കരമായിട്ട് അഴുകിയ ഒരു ശരീരം പോലെ ഇരിക്കുന്നു. അത് നോക്കിക്കഴിഞ്ഞാൽ ഒരു സ്ത്രീയുടെ ശരീരമാണ്. അത് ആ ഒരു എന്താ പറയുക, ഒരു കൗച്ച് പോലത്തെ ഉള്ള അതിനകത്ത് ഭയങ്കരമായിട്ട് ഇഴുകി ചേർന്നിരിക്കുന്നു. ശരീരം സ്കിന്ന് മൊത്തം ഒട്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ അവിടെ നിന്ന് നാറ്റം സഹിക്കാൻ വയ്യ. അതുപോലെ തന്നെ ആ ഒരു പെൺകുട്ടി മലമൂത്ര വിസർജനം എല്ലാം അതിൽ തന്നെയാണ് നടത്തിയിരിക്കുന്നത്. അത് മൊത്തം ആ ദേഹത്ത് പുരണ്ട് ദേഹം മൊത്തം ഒരുമാതിരി അലർജി പോലെ വന്നു. അതുപോലെ തന്നെ ദേഹത്ത് മൊത്തം കറുത്ത പാടുകൾ അതും ഇതും. ആ ഒരു പെൺകുട്ടി ഉണ്ടെങ്കിൽ എന്താ പറയുക, ആ ഒരു കൗച്ചിനകത്ത് ഭയങ്കരമായിട്ട് ഒട്ടിച്ചേർന്നിരിക്കുകയാണ്. മുടിയും എല്ലാം ഈ ഒരു ചെവിയുടെ ഒട്ടിപ്പിടിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ ഒരു മലമൂത്ര വിസർജനം എല്ലാം തന്നെ എന്ത് ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ളായിട്ട് അതിനകത്ത് മൊത്തമാണ് കിടക്കുന്നത്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ക്ലീനോ ഒന്നും ആക്കിയിട്ടില്ല. ഇതിന് ശേഷം ദേഹത്ത് മൊത്തം ഉണ്ടെങ്കിൽ ഭയങ്കരമായിട്ടുള്ള കുഴികളും പാടുകളും അതിനോട് തന്നെ കുറേയധികം എന്താ പറയുക പുഴുക്കളും എല്ലാം ഈ ശരീരത്തോടെ ഇഴഞ്ഞ് നടക്കുമായിരുന്നു. ഇത് കണ്ട് പോലീസുകാർക്ക് അവിടെ നിൽക്കാൻ വയ്യാത്ത അത്രയ്ക്ക് സ്മെല്ലും. അതുപോലെ തന്നെ ഇവർ ആ ഒരു കാഴ്ച കണ്ടതും പെട്ടെന്ന് ഷോക്കായി വെളിയിലേക്ക് ഇറങ്ങി വരികയാണ് ചെയ്തത്. അവരുടെ ജീവിതത്തിൽ എന്ത് ചെയ്ത ഒരു പല പോലീസുകാർ അത് അവിടെ നിന്നവർ പറഞ്ഞ് 4 ആഴ്ചത്തോളം അതിൻ്റെ ഒരു സംഭവം വരെ ഭയങ്കരമായിട്ട് ഹോണ്ട് ചെയ്തു എന്നാണ് പോലീസുകാർ പറയുന്നത്. ഇവരുടെ അച്ഛനും അമ്മയും ഈ ഒരു ഷീല എന്ന് പറഞ്ഞ ഈ ഒരു ലേസി ഫ്ലിച്ചറിൻ്റെ അമ്മയായിട്ടുള്ള ഷീല അതുപോലെ തന്നെ അച്ഛനായിട്ടുള്ള ക്ലേ എന്ത് ചെയ്ത് ഇവർ ചോദ്യം ചെയ്യുന്നു. ചോദ്യം ചെയ്തപ്പോഴാണ് ഇവർ ഓരോരോ കാര്യങ്ങളായിട്ട് പറയാൻ തുടങ്ങിയത്. എന്താണ് ഈ ഒരു മോൾക്ക് സംഭവിച്ചതെന്ന്, എന്താണ് അങ്ങനെ തൻ്റെ മോളെ അങ്ങനെ കണ്ടതും എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുകയാണ്. ഈ ഒരു ലേസി ഫ്ലെച്ചർ എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടി ജനിക്കുന്ന 1985-ലാണ്. അതിനുശേഷം നോർമലായിട്ടൊക്കെ ജീവിച്ച് പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ ഇരിക്കുകയെന്ന് പറയുമ്പോഴത്തേന് മനസ്സിലാവുന്നത്, സ്കൂളിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ വീട്ടുകാർക്ക് മനസ്സിലാവുന്നത് തൻ്റെ മോളായിട്ടുള്ള ഈ ഒരു ലേസി ഫ്ലെച്ചറിന് സിവിയറായിട്ടുള്ള ഓട്ടിസം ബാധിച്ചിട്ടുണ്ട്. ഓട്ടിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഈ ഒരു പ്രായത്തിനും അതുപോലെ തന്നെ അവരുടെ സ്വഭാവവും തമ്മിൽ ഭയങ്കരമായിട്ടുള്ള ഡിഫറൻസാണ്. അവരുടെ സ്വഭാവം അവർ പെരുമാറുന്ന രീതിയിൽ ഭയങ്കര വ്യത്യാസമാണ്. അതുകൊണ്ട് തന്നെ അവർ വീട്ടിൽ തന്നെയാണ് ഈ ഒരു ലേസി ഫ്ലെച്ചറിനെ പഠിപ്പിച്ചതും കാര്യങ്ങളെല്ലാം ചെയ്തത്. എന്ത് ചെയ്യുന്നവർ വീട്ടിൽ തന്നെയാണ് ആ ഒരു ലേസി ഫ്ലെച്ചർ ഇരുന്ന് വളർന്നത് പഠിച്ചതും ഒക്കെ. ഇതുപോലെ തന്നെ ഈ സമയങ്ങളിലൊക്കെ ഇവർ ഡോക്ടറിനെ എന്ത് ചെയ്യുന്നു കൺസൾട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഇതിനു വേണ്ടി അവിടെ എന്ത് ചെയ്യും, അവരെ കൊണ്ടുപോയി ആ ഒരു ലേസി ഫ്ലെച്ചറിനെ കൊണ്ടുപോവുകയും ഇടയ്ക്കിടയ്ക്ക് ചികിത്സയെല്ലാം ചെയ്തുകൊണ്ടേയിരുന്നു. കുറേ വർഷം കഴിഞ്ഞതിന് ശേഷം ഉണ്ടെങ്കിൽ ഇവരുണ്ടെങ്കിൽ ഈ ഒരു പെൺകുട്ടി എന്ന് പറഞ്ഞാൽ ആ റൂമിൽ നിന്നും വെളിയിലേക്ക് വരാൻ തന്നെ താല്പര്യം ഉണ്ടായിരുന്നില്ല. ഞാൻ അകത്ത് തന്നെ ഇരിക്കുവാണ്, എനിക്ക് പിന്നെ വെളിയിലോട്ടൊന്നും വരാൻ താല്പര്യമില്ലെന്ന് പറയുന്നു. അതിന് ശേഷം ഉണ്ടെങ്കിൽ വീട്ടുകാരെന്ത് ചെയ്യുന്നു, ഫുഡും കാര്യങ്ങളൊക്കെ ആ ഒരു റൂമിൽ തന്നെ എത്തിച്ചു കൊടുക്കുന്നു. റൂമിൽ ഫുഡും കാര്യങ്ങളും എല്ലാം എത്തിച്ചു കൊടുക്കുന്നു. അവിടെ തന്നെ ടോയ്ലറ്റൊക്കെ സെറ്റിലാക്കി കൊടുക്കുന്നു. ഇതിന് ശേഷം കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് ആ ഒരു റൂമിൽ കൗച്ചായിട്ടുണ്ട്. ആ കൗച്ചിൽ നിന്ന് എണീക്കാനോ ഒന്നും തന്നെ ഈ ഒരു കുട്ടിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. ഞാൻ ഇവിടെ നിന്ന് എണീക്കുന്നില്ലെന്ന് പറയുന്നു. അതിന് ഈ വീട്ടുകാരെന്ത് ചെയ്യുന്നു, അക്സെപ്റ്റ് ചെയ്യുന്നു. അങ്ങനെയാണ് ആ ഒരു പെൺകുട്ടി അതിൽ തന്നെ 12 വർഷങ്ങളോളം എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ അതിൽ തന്നെ ഇരിക്കുകയാണ് ചെയ്തത്. അവിടെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ കിടക്കുകയാണ് ചെയ്തത്. അതിൽ തന്നെയാണ് ആ ഒരു കൗച്ചിൽ തന്നെയാണ് സമയം ചിലവഴിച്ചത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പെൺകുട്ടി ആ റൂമിൽ നിന്നാണെങ്കിൽ വെളിയിലോട്ട് വരാനോ ഒന്നും താല്പര്യമൊന്നുമില്ലായിരുന്നു. അവിടെ തന്നെ ആ ഒരു കൗച്ചിനകത്ത് തന്നെ ഇങ്ങനെ ഇരിക്കുമായിരുന്നു. ഈ വീട്ടുകാരെന്ത് ഈ ഭക്ഷണം അവിടെ കൊണ്ടു കൊടുക്കുമായിരുന്നു. അതുപോലെ തന്നെ ആ കൗച്ചിൽ നിന്ന് ഈ ഒരു പെൺകുട്ടി വെളിയിലേക്ക് വരാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് തന്നെ
ആ പെൺകുട്ടി ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ ആ ഒരു കൗച്ചിനകത്ത് തന്നെ എന്ത് ചെയ്ത് മലമൂത്ര വിസർജനം എല്ലാം തന്നെ നടത്തുമായിരുന്നു. അതിൽ നിന്ന് അവിടെ തന്നെ ആയിരുന്നു എല്ലാം ചെയ്ത്. ഇതെല്ലാം അലിഞ്ഞ് ഒരുമാതിരി വല്ലാതെ എന്തോ പറയുക, ഒരു പെൺകുട്ടി അതിൽ നിന്ന് എണീക്കുകയൊന്നും തന്നെ ചെയ്ത് അങ്ങനെ തന്നെ കിടക്കുകയാണ് ചെയ്തത്. അതുപോലെ തന്നെ ഇതൊരു പെൺകുട്ടിയുടെ പീരിയഡ്സും ഉണ്ട്. എല്ലാ കാര്യങ്ങളും ആ ഒരു കൗച്ചിനകത്താണ്. അതുപോലെ തന്നെ ഫുഡും ഒന്നും കഴിക്കുന്നില്ലായിരുന്നു. ഇവർ കൊണ്ടു കൊടുത്തെങ്കിൽ പോലും അത് തന്നെ അവിടെ വേസ്റ്റായി പോകണം. അതുപോലെ തന്നെ അൾസർ വരികയും അത് എന്താ പറയുക അധികമാവുകയും അങ്ങനെ എല്ലാ പ്രശ്നങ്ങളും ഈ ഒരു പെൺകുട്ടി അങ്ങനെ 12 വർഷത്തോളം ആ കൗച്ചിനകത്ത് ഇരിക്കുകയാണ് ചെയ്തത്. സോ ഇതിന് ശേഷം ഉണ്ടെങ്കിൽ അങ്ങനെയാണ് ഈ ഒരു പെൺകുട്ടി മരിച്ചു പോകുന്നത്. വീട്ടുകാരുണ്ടെങ്കിൽ ഇവരോട് ചോദിക്കുകയും ചെയ്തു, നിങ്ങൾ എന്താണ് ഈ ഒരു പെൺകുട്ടി ആശുപത്രിയിൽ കാണിക്കാൻ എന്നുള്ള കാര്യം ചോദിച്ചപ്പോൾ ഇവർ പറഞ്ഞതെന്ന് പറഞ്ഞാൽ, എൻ്റെ മോൾക്ക് ഒരു കുഴപ്പമൊന്നുമില്ല, അവളുണ്ടെങ്കിൽ ആ റൂമിൽ തന്നെ ഇരിക്കണമെന്ന് വിചാരിച്ചാണ്, അല്ലാതെ പ്രത്യേകിച്ച് ഒരു കുഴപ്പം ഇല്ലെന്നാണ് ആ വീട്ടുകാരും പറഞ്ഞത്. ഇത് കേട്ട പോലീസിന് മനസ്സിലായി ഇവരെ മാനസികാവസ്ഥയും ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടിലാണ്. പോലീസിന് മനസ്സിലായെന്ന് പറഞ്ഞാൽ ഇവരൊട്ടും ശരിയല്ല, ഇവർ എന്തോ മാനസികമായിട്ട് വളരെ ബുദ്ധിമുട്ടിലാണ്. അതുപോലെ തന്നെ അവർ വിശ്വസിച്ചിരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ തൻ്റെ മകൾക്കൊരു കുഴപ്പവും തന്നെ ഇല്ല എന്ന് തന്നെ പൂർണ്ണമായിട്ട് ഈ ഒരു 2 പേരും വിശ്വസിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ തൻ്റെ മകൾക്ക് ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞാൽ അവരവിടെ തന്നെ ആ ഒരു പെൺകുട്ടിയെ വേറെ ഹോസ്പിറ്റലിലോ ഒന്നും കൊണ്ടുപോകാതെ ഇരിക്കുകയും ചെയ്തു. ഇതിന് ശേഷം എന്ന് പറഞ്ഞാൽ ഈ ഒരു പോലീസുകാർ തന്നെ ഈ ഒരു വീടിനകത്ത് കയറിയപ്പോൾ ഇത്രയും സ്മെല്ലും എല്ലാം കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് പോലും ഇവരെങ്ങനെ ഇതിനകത്ത് ഇരുന്നു എന്നത് വളരെ അത്ഭുതമായിട്ടുള്ളൊരു കാര്യമാണ്. അവിടെ നിന്ന് ആ ഒരു വീട്ടിൽ നിന്ന് കുറേയധികം സ്മെല്ല് മാറ്റാനുള്ള കുറേയധികം അതിന് വേണ്ടിയുള്ള പെർഫ്യൂം അങ്ങനത്തെ ലോഷൻസും എല്ലാ കാര്യങ്ങളൊക്കെ അവർക്ക് കിട്ടിയിരുന്നു. അതുപോലെ തന്നെ ഇവർ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ വീട്ടുകാരെന്ത് ചെയ്യുന്നു പറഞ്ഞാൽ അവർ ആ ഒരു കൗച്ചിൻ്റെ അടുത്ത് തന്നെയാണ് ഫുഡ് കഴിച്ചിരുന്നതും എന്നുള്ള എല്ലാ കാര്യങ്ങളും അവർക്ക് ഒരു കുഴപ്പവും ഉണ്ടായതായിട്ട് തോന്നില്ല. അവർ നോർമലായിട്ട് ആ ഒരു കൗച്ചിൻ്റെ അടുത്ത് വന്ന് എന്ത് ചെയ്യും ഇരുന്ന് ഫുഡ് കഴിക്കുകയാണ് ചെയ്തത്. അവർക്കിതൊന്നും വലുതായിട്ടൊന്നും തോന്നിയില്ല. തൻ്റെ മോൾ നോർമലാണെന്നാണ് അപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത് ഈ പോലീസുകാരുടെ അടുത്ത്. സോ ഇതിന് ശേഷം ഉണ്ടെങ്കിൽ പോലീസുകാർ ഈ ഒരു കുട്ടിയെ ചികിത്സിച്ച ഡോക്ടറിൻ്റെ അടുത്ത് പോകുന്നു. എന്താണെന്ന് പ്രശ്നം എന്നാണ് അറിയാൻ വേണ്ടി പോയപ്പോഴാണ് ഈ ഒരു പെൺകുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടിസത്തിൻ്റെ ചികിത്സയായിട്ട് എന്ത് ചെയ്യുന്നത് ഈ ഒരു ഡോക്ടറിൻ്റെ അടുത്ത് വന്നിരുന്നു. ചികിത്സയൊക്കെ നല്ലോണം തന്നെ പോയിക്കൊണ്ടിരുന്നത്. അവസാനം ഉണ്ടെങ്കിൽ ഈ ഒരു പെൺകുട്ടിയെ ഇവർ കൊണ്ടുവന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2001 അതിനുശേഷം തൻ്റെ അടുത്തേക്ക് അവർ വന്നിട്ടേ ഇല്ല എന്നാണ് ഈ ഡോക്ടർ പറയുന്നത്. അതിനുശേഷം കുറേ വർഷങ്ങൾക്ക് ശേഷം 2010 ഈ ഒരു വീട്ടിൽ അച്ഛനും അമ്മയും കൂടെ എന്ത് ചെയ്ത് ഇവരെ വന്ന് ഇദ്ദേഹത്തിനെ വന്ന് കാണുകയും അതുപോലെ തന്നെ ഓരോ എങ്ങനെയാണ് ചികിത്സിക്കുന്നതിനുള്ള കാര്യങ്ങൾ ചോദിക്കുകയും ആ സമയത്ത് ഈ ഡോക്ടർ ഇവരോട് പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ മകളെ എൻ്റെ അടുത്തേക്ക് കൊണ്ടുവരൂ, ഞാൻ ചികിത്സിക്കാമെന്നാണ് പറഞ്ഞത്. ഇത് കേട്ട ഇവർ ഓക്കെ കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് പോയി. പക്ഷേ അതിനുശേഷം തന്നെ ഇവരെ വിളിക്കുകയോ ഒന്നും തന്നെ ഈ ഒരു ഡോക്ടറിനെ വിളിക്കുകയോ ഒന്നും തന്നെ ചെയ്തില്ല. സോ അതിനുശേഷം ഇപ്പോഴാണ് ഈ ഒരു കുട്ടിയെ പറ്റി അറിയുന്നതെന്നാണ് ഡോക്ടർ പറഞ്ഞത്. സോ ഈ പെൺകുട്ടി എന്തുകൊണ്ട് ആ കൗച്ചിൽ തന്നെ അങ്ങനെ ഇരുന്നു എന്നുള്ളത് ഭയങ്കര ഡൗട്ടായിട്ടിരുന്നു. കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് പോലും ഒരിടത്ത് ഇരിക്കുകയോ കിടക്കുകയൊക്കെ ചെയ്താൽ പോലും കുറേ നേരം നമുക്കൊരു മാക്സിമം പറ്റും. പക്ഷെ 12 വർഷം ഒരാൾ അങ്ങനെ തന്നെ ഇരുന്നു എന്ന് പറയുമ്പോഴത്തേന് നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത കാര്യമാണ്. എന്ത് പറ്റിയെന്ന് ഇതിനെപ്പറ്റി അന്വേഷിക്കുമ്പോഴാണ് ഈ ഒരു കുട്ടിക്ക് ഒരു പ്രത്യേക എന്താ പറയുക ഒരു സിൻഡ്രം വന്നിരുന്നു എന്ന് പറയുന്നത്. ഈ ഒരു സിൻഡ്രത്തിൻ്റെ പേരാണ് ലോക്ക്ഡ് സിൻഡ്രം എന്ന് പറയുന്നത്. ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ മസിൽസിനെ എല്ലാം ഭയങ്കരമായിട്ട് പാരലൈസ് ചെയ്ത് കളയും. നമുക്ക് അനങ്ങാനോ ഒന്നും തന്നെ പറ്റത്തില്ല. നമുക്ക് എന്ത് ചെയ്യുന്നു ഒരേ ഒരു കാര്യം, നമ്മുടെ കണ്ണുകൾക്കുള്ള മസിൽസ് അത് മാത്രം അനങ്ങാൻ മാത്രമേ പറ്റുന്ന രീതിയിൽ വിട്ടിട്ട് ബാക്കി നമ്മുടെ ശരീരം മൊത്തം പാരലൈസ് ആയി പോകുന്നതാണ് ചെയ്യുന്നത്. സോ അതുകൊണ്ടതാണ് ആ ഒരു പെൺകുട്ടി കൗച്ചിൽ നിന്ന് എങ്ങും തന്നെ മാറാനോ ഒന്നും പറ്റാതെ അങ്ങനെ തന്നെ കടന്നത്. സോ വീട്ടുകാർക്ക് മാനസികമായിട്ടുള്ള ഇത് ശരിയല്ലാത്തത് കൊണ്ട് ഇത് അവർ എന്താ പറയുക അവർക്ക് ഈ ഒരു കുട്ടിക്ക് കുഴപ്പമില്ലെന്ന് വെക്കുകയും അവരുടെ സ്ഥിതി നേരെയല്ലാത്തതുകൊണ്ട് ഈ കുട്ടിയെ കറക്റ്റായിട്ടുള്ള ചികിത്സ അപ്പോൾ കൊടുക്കുകയും ചെയ്തില്ല. അതുകൊണ്ടാണ് ഇത്രയ്ക്കും വലിയൊരു ഗുരുതര അവസ്ഥയിലേക്ക് പോയെന്നാണ് പോലീസ് കണ്ടെത്തിയത് അവസാനം. സോ ഇതിനെന്ത് ചെയ്യുന്നു ഇവരെ 2 പേരെ അറസ്റ്റ് ചെയ്തെങ്കിൽ പോലും ഇവരെ ആദ്യമേ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ മാനസികമായിട്ടുള്ള ഇവരുടെ മാനസികത തകർന്നിരിക്കുന്നതായിട്ട് മനസ്സിലായി. അതിനു വേണ്ടിയുള്ള ചികിത്സയാണ് ഇവർക്ക് ഫസ്റ്റ് കൊടുത്തത്. സോ ഇത് കേട്ടപ്പോഴത്തേന് എനിക്ക് ഭയങ്കരമായിട്ട് സ്റ്റോറി കേട്ടപ്പോൾ തന്നെ ഭയങ്കര നിങ്ങളിലേക്ക് എത്തിക്കണമെന്ന് തോന്നി. നിങ്ങൾക്ക് എന്താണ് ഈ ഒരു കഥ കേട്ടപ്പോൾ എന്താണ് തോന്നിയെന്നുള്ള കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റോറി ആയിട്ട് ഞാൻ അടുത്ത വരുന്നതായിരിക്കും. ആ ഒരു സ്റ്റോറി നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ പറ്റൂ. അതുപോലെ ബെൽ ബട്ടൺ അമർത്തിയാലേ നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. നിങ്ങൾ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.